ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഇന്ന് നമ്മളെ പെരുന്നാൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു വൈകുന്നേരം ആയപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. നമ്മളെ മുട്ടമാല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റോട് കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരുപാട് അങ്ങ് എടുത്തിട്ടൊന്നുമില്ല, 5 കോഴിമുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഈ രൂപത്തിൽ ആക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ മഞ്ഞക്കരു ഒന്ന് മാറ്റിയെടുക്കുകയാണ്. അതിൻ്റെ വെള്ള തീരെ ആവാത്ത ചേലിക്കന്നെ നമ്മളത് ഫുള്ളും മാറ്റിയെടുക്കുകയാണ്. ഇത് നമ്മൾ ഉണ്ടാക്കാത്തൊരു സംഭവമാണ് കേട്ടോ. അപ്പം നമ്മളെ നാട്ടിലൊന്നും അധികം ആരും ഉണ്ടാക്കണ കണ്ടിട്ടില്ല. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് നമ്മളെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ അടിച്ച് നോക്കുമ്പോൾ കിട്ടാറുണ്ട്. അപ്പോൾ ഇന്ന് അതൊന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. പരീക്ഷണമാണ്, വിജയിക്കുന്നൊന്നും അറിയില്ല. അപ്പോൾ എല്ലാ കോഴിമുട്ടയും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. മഞ്ഞക്കരും എല്ലാം കൂടി ഒരു അരിപ്പയിലിട്ടിട്ട് നമ്മളൊന്ന് ഒരു സ്പൂൺ വെച്ച് അതിൻ്റെ ഫുള്ളും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിലൊരു പാട ഉണ്ടാവും, ആ പാടയൊക്കെ എടുത്ത് കളയണം. അതിന് വേണ്ടിയാണ് നമ്മൾ അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കുന്നത്. തീരെ വെള്ളത്തിൻ്റെ അംശങ്ങളൊന്നും നമ്മളെ കയ്യുമ്മേ കോഴിമുട്ടം ഒന്നും ആവാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മളെ പാത്രത്തിലൊന്നും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള മുട്ടമാല തയ്യാറാക്കിയ വേണ്ടിയിട്ടാണ്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയൊരു ബൗള് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 1.25 ബൗള് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ തീയിൽ ഇങ്ങനെ കത്തിച്ച് അതിങ്ങനെ സെറ്റാക്കി വരണം. അതിനുശേഷം നമ്മൾ ഈ പാത്രത്തിലാണ് ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ മാല പോലെ കിട്ടണമെങ്കിൽ ചെറിയ ഹോളിൽ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മൾ എണ്ണ ഒഴിക്കണ പാത്രമാണ്. അതിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആ പാത്രം ഒന്ന് ചെരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അടുപ്പത്തു നിന്നൊക്കെ ഇത് വെന്തത് എടുത്ത് വെക്കണമെങ്കിൽ അതിൻ്റെ പഞ്ചസാര ലായനി പെട്ടെന്ന് ഒരു ഭാഗത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാര ലായനി നല്ലതായി തിളച്ച് ശരിയായി വരുന്നുണ്ട്. തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഈ ചട്ടകത്തുമ്മയൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒട്ടി പിടിക്കുന്ന രൂപത്തിലായിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂണ് നമ്മൾ മുട്ടയുടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയിലെ അഴുക്കുകളൊക്കെ ഒന്ന് പോരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒഴിച്ച് കൊടുത്താൽ പോരുന്ന പറയാം. നമ്മളെ പഞ്ചസാര ഭയങ്കര കളറായിട്ടും തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു കളർ മാറ്റം തോന്നുന്നുണ്ട്. അങ്ങനെ മുട്ടയുടെ വെള്ളമൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റിയതിന് ശേഷം ഒരു പിഞ്ച് ഉപ്പും അതുപോലെ നമ്മൾ ഏലക്കാരെ 2-3 ഏലക്കായൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല മണം രുചിയും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു പിഞ്ച് ഉപ്പ് മാത്രമേ ഇടാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മളെ മുട്ടയുടെ മഞ്ഞക്കരു നമ്മളെ ഈ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ പഞ്ചസാര ലായനിയിലേക്ക് ഇതിങ്ങനെ ചെറിയ നൂല് പോലെ ഒഴിച്ച് കൊടുക്കണ്ടോ. മുട്ടമാല ഇങ്ങനെ തയ്യാറാക്കുക. നമ്മൾ എത്രത്തോളം പെർഫെക്റ്റ് ആവുന്നൊന്നും അറിയില്ല, എങ്കിലും നമ്മളൊന്ന് ചെയ്ത് നോക്കുകയാണ്. ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മാല പോലെ ഒന്നും ശരിയായിട്ടില്ല, മാല മുത്ത് പോലെ ആയിട്ടുണ്ട് കേട്ടോ.
അടിപൊളി മാലമുത്താണ് നമ്മളിന്ന് തയ്യാറാക്കണമെന്ന് പറയാം. അതിനുശേഷം നമ്മളൊരു ജാറിലേക്ക് മുട്ടയുടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2-3 ഏലക്കായൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടിയും അതുപോലെ ഒരു സ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പഞ്ചസാര ലായനി നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ പാത്രം തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒഴിക്കുകയാണ്. ഒന്ന് മൂടി വെച്ച് വേവിക്കുകയാണ്. അപ്പം നമ്മളെ അപ്പം ഈ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. നല്ല മണം രുചിയുണ്ട് കേട്ടോ. അപ്പം നമ്മളെ മുട്ടമാല മാലയായിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും അടിപൊളി ടേസ്റ്റോടുകൂടെ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയ കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ മഞ്ഞക്കരുവിൻ്റെ ആ മുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ്. അതിൻ്റെ കൂടെ ഇതും കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.